പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇത്. മുരളിയുടെ സൂചിപ്പിച്ചതുപോലെ സലിംകുമാറുമായി കുറേയേറെ കാലം, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കുറേയേറെ ബന്ധപ്പെടാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി അദ്ദേഹവുമായി കൂടിക്കാണുന്നത് ഞങ്ങളുടെ സർവകലാശാലയിലെ ഒരു പഠന കേന്ദ്രം, നവോത്ഥാന പഠന കേന്ദ്രം എന്ന പേരിൽ 2005 പ്രവർത്തനം ആരംഭിച്ച ഒരു പഠന സംവിധാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോഴാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകൾ പലയിടങ്ങളിലായിട്ട് വായിച്ചിരുന്നു എങ്കിലും നേരിൽ കാണാനോ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അദ്ദേഹവുമായി ഒരു സംഭാഷണത്തിനോ ആശയവിനിമയത്തിനോ അതിനു മുമ്പ് എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല. ഏതാണ്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം നെഗ്രിറ്റ്യൂഡ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര ആരംഭിക്കുന്നതും അത് പിന്നീട് അതേ പേരിൽ തന്നെ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ കാലത്താണ് സർവകലാശാലയിൽ നവോത്ഥാന പഠനം എന്ന പേരിൽ നവോത്ഥാന പ്രക്രിയയുടെ വിവിധ തലങ്ങളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു പഠന കേന്ദ്രം നിലവിൽ വന്നത്. കുറച്ചു കാലം അതിൻ്റെ ഒരു ചുമതലക്കാരനായി പ്രവർത്തിച്ചിരുന്നത് ഞാനാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെയും നവോത്ഥാനം എന്ന ലോകാനുഭവത്തിൻ്റെയും ഇന്ത്യൻ അനുഭവത്തിൻ്റെയും പലതരത്തിലുള്ള സൂക്ഷ്മാംശങ്ങളിലേക്കും അതിനിടയിലെ വൈരുദ്ധ്യങ്ങളിലേക്കുമൊക്കെ ധാരാളമായി കടന്നുപോയ സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, സംവാദങ്ങളൊക്കെ ആ കാലത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. സ്വാമി അഗ്നിവേശും യോഗേന്ദ്ര യാദവും സലിംകുമാറും അടക്കം ധാരാളം പേർ, പല മേഖലകളിൽ നിന്നുള്ള ധാരാളം പേർ അതിൽ സംബന്ധിക്കുകയും ചെയ്തു. കേരളീയ നവോത്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു കീഴാള വിമർശനം ശക്തമായി വരുന്നൊരു ഘട്ടമായിരുന്നു ആ കാലങ്ങൾ. അത് സംബന്ധിച്ച ഒരു പ്രഭാഷണം, ഒരു ചർച്ച സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിരുന്ന അന്തരിച്ച പ്രദീപൻ പാമ്പരികുന്നാണ് സലിംകുമാറിനെ വിളിക്കാം എന്ന് എന്നോട് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അവിടെ വന്നു. അവിടെ വന്ന് വളരെ വിശദമായി തന്നെ അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ചരിത്രപരമായ സാധ്യതകളെയും പരിമിതികളെയും ഒക്കെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അവിടെ വരാൻ കഴിഞ്ഞതും അദ്ദേഹത്തെ സംബന്ധിച്ച് സന്തോഷകരമായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം നെഗ്രിറ്റ്യൂഡ് പരമ്പര എഴുതിയതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പൊതുസമൂഹത്തിൻ്റെയും മുഖ്യധാരയുടെയും ആലോചനയിലേക്ക് താൻ ഉന്നയിക്കുന്ന പ്രമേയങ്ങളെ കൂട്ടിയിണക്കാൻ, കടത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് വ്യക്തിപരമായ കാര്യമെന്നതിനേക്കാൾ താൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ, സാമൂഹ്യ വീക്ഷണങ്ങളുടെ ഒരു അംഗീകാരം, അവയ്ക്കുള്ളൊരു അംഗീകാരം എന്ന നിലയിലാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സർവകലാശാലയിലെ ചരിത്രവും സാമൂഹ്യ വിജ്ഞാനങ്ങളുമൊക്കെ പ്രധാനമായുള്ള ഒരു സർവകലാശാലയിലെ പഠന കേന്ദ്രത്തിൽ ഇത്തരമൊരു ആശയം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് തനിക്കുള്ള അംഗീകാരം എന്നതിനേക്കാൾ താൻ മുമ്പോട്ട് വയ്ക്കുന്ന വിമർശന വീക്ഷണത്തിനുള്ള ഒരു അംഗീകാരമായിട്ട് അദ്ദേഹം ആണ് കണ്ടത്. അതിനുശേഷം ഏതാണ്ടൊരു 2 പതിറ്റാണ്ട് കാലം പലപ്പോഴായി സലിംകുമാറുമായി ബന്ധപ്പെടാനും അദ്ദേഹം എഴുതുന്ന കൃതികളിലൂടെ മിക്കവാറും എല്ലാം തന്നെ കടന്നു പോകാനും അതേക്കുറിച്ച് തമ്മിൽ സംസാരിക്കാനും ഒക്കെ അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ഞാൻ പിൻപറ്റുന്ന രാഷ്ട്രീയ വീക്ഷണങ്ങളോട് 100% ഒത്തുപോകുന്നതല്ല. ധാരാളം വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിമർശന വീക്ഷണത്തിൽ ഞാൻ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
അതെപ്പോഴും സംവാദസന്നദ്ധമായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളെ ശത്രുതകളാക്കാനോ വിദ്വേഷമാക്കാനോ അല്പം പോലും മുതിരാത്തതായിരുന്നു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ കരുതുന്നുണ്ട്. കാരണം നമ്മുടെ ഇതുപോലൊരു സമൂഹത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആധാരമായിരിക്കേണ്ട ഒരു കാര്യം സംവാദസന്നദ്ധതയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 1924 നാരായണഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ അതിൻ്റെ ലക്ഷ്യവാചകമായിട്ട് നിർദ്ദേശിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ തർക്കിക്കാനല്ല, അന്യോന്യം ചർച്ച ചെയ്യാനാണ് എന്നതിൻ്റെ പ്രാഥമിക അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് ആത്മോപദേശതകം പോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ സൂക്ഷിച്ച് വായിക്കാൻ ഇടവന്നപ്പോഴാണ് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന തത്വം വാസ്തവത്തിൽ ഗുരു മുമ്പോട്ട് വച്ച ഒരു ആത്മദർശനത്തിൻ്റെ ആവിഷ്കാരം കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഗുരു മുമ്പോട്ട് വച്ച ആത്മദർശനം അപരനിരാസത്തിൽ അധിഷ്ഠിതമല്ല, അപരോന്മുഖമാണ്, അപരത്തിൽ അധിഷ്ഠിതമാണ്. ആത്മോപദേശതമൊക്കെ സൂക്ഷിച്ചു വായിച്ചാൽ ഈ അപരമെന്ന തത്വം എത്രയോ പ്രബലമായി അദ്ദേഹം ഉയർത്തുന്നത് കാണാൻ പറ്റും. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇമ്മാനുവൽ ലെവിനാസിനെ പോലുള്ള തത്വചിന്തകർ സെൽഫ് ആസ് ദ ഹോസ്റ്റ് ഓഫ് ദ അതർ എന്നൊക്കെയുള്ള ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്. അപരത്തിൻ്റെ ആതിഥേയത്വം ഏറ്റുവാങ്ങുന്ന ഒന്നാണ് ആത്മം, അല്ലാതെ അപരത്തിൻ്റെ മറുപുറല്ല എന്ന ആശയം. അതിനേക്കാളൊക്കെ വളരെ മുമ്പേ ഗുരുവിൽ ഈ ആശയമുണ്ട്. ഈ തത്വത്തിൻ്റെ ഒരു ഭാഷണപരമായ തലമാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതിലടങ്ങിയിട്ടുള്ളത് എന്ന് പിന്നീട് എനിക്ക് തോന്നുന്നുണ്ടായി. കാരണം വാദിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന സമയത്ത് നാം അപരം എന്നതിനെ ഭാഷണപരമായി നിരാകരിക്കുകയാണ്. മിഷേൽ ഫൂക്കോ പിൽക്കാലത്ത് പോളമിക്സിനെ കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിൽ വളരെ വിശദമായി ഇത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ എന്നേക്കുമായി റദ്ദാക്കാനുള്ള യുക്തികളെ ഒരുക്കി വയ്ക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരാളിൽ നിന്ന് കുറച്ചുകൂടി ആശയങ്ങൾ സ്വീകരിച്ച് കൂടുതൽ ശരിയിലേക്ക് എത്തിച്ചേരാമെന്നൊരു സാധ്യതയെ താർക്കികൻ ഒരിക്കലും നിലനിർത്തുന്നില്ല. തർക്കം അപരനിരാസത്തിൻ്റെ ഭാഷണ രൂപമാണ്. അദ്ദേഹം അതിനുപയോഗിക്കുന്ന വാക്ക് എ പാരസൈറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്. സംവാദത്തിൻ്റെ ഒരു പരാന്ന ബുക്കാണ് തർക്കം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറിച്ച് അറിയലും അറിയിക്കലുമാകട്ടെ, അറിയുക എന്നത് അപരത്തിൽ നിന്ന് ഉൾക്കൊള്ളലാണ്, അറിയിക്കുക എന്നതാകട്ടെ അപരത്തിലേക്ക് കടന്നു നിൽക്കലുമാണ്. അതുകൊണ്ട് ഭാഷണപരമത്തിലുള്ള ഒരു ആത്മാപര ബന്ധത്തിൻ്റെ തലം അറിയലിലും അറിയിക്കലിലും ഉണ്ട് എന്ന് പിന്നീട് എനിക്ക് തോന്നിയ ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ സംവാദസന്നദ്ധത എന്നത് എത്രയോ വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനു മുമ്പ് സ്വന്തം ബോധ്യത്തിൻ്റെ ദൃഢതയിൽ വല്ലാതെ അഭിരമിക്കുകയും അത് അവസാന സത്യമാണെന്ന് കരുതാൻ മടിക്കാതിരിക്കുകയും ചെയ്തൊരു കാലമൊക്കെ എന്നെ സംബന്ധിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ പതിയെ പതിയെ പരിവർത്തനപ്പെടുന്ന ഒരു സ്ഥിതി എനിക്കുണ്ടായി. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സലിംകുമാറിൻ്റെ ചിന്താജീവിതത്തിലേക്ക് നോക്കിയാലും ഈ സംവാദ സന്നദ്ധത, പരിവർത്തന വ്യഗ്രത നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. അംബേദ്കർ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ഊന്നലുകളോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഏറ്റവും നിശിതമായി വിമർശിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള, നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം അംഗമായി പ്രവർത്തിച്ചു. അക്കാലത്ത് അത് വലിയ തോതിൽ വിമർശന വിധേയമായി അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ചിലർ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്യം വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. അമേരിക്കൻ കവിയായ എമേഴ്സണെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറയുന്നത്, എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എ ഡോങ്കി.
സ്ഥിരത എന്നത് ഒരു കഴുതയുടെ ഗുണമാണ് എന്ന്, സ്വഭാവമാണെന്ന് എമേഴ്സൺ പറയുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി മൈസെൽഫ് എ ഡോങ്കി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാറാതിരിക്കേണ്ട കാര്യമില്ല. ഇത് പല നിലയിൽ ലോകത്തെ വലിയ ചിന്തകരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജീവിത യാഥാർത്ഥ്യങ്ങളെ സൂക്ഷ്മമായി നോക്കുന്ന ഒരാൾക്ക് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള സന്നദ്ധതയോടെ പരിവർത്തന വ്യഗ്രമായി, പരിവർത്തനോന്മുഖമായി നിലനിൽക്കുകയാണ് പ്രധാനം. ഈ പരിവർത്തന ശേഷി അദ്ദേഹത്തെ സംബന്ധിച്ച്, സലിംകുമാറിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. എങ്കിലും അതിനോട് അടിസ്ഥാനപരമായി ഒരു സംവാദ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിനോട് ചേർന്ന് പോകാനോ സംവാദ സന്നദ്ധത നിലനിർത്താനോ ഉള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും പ്രധാനമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതും അംബേദ്കർ മുമ്പോട്ട് വച്ച വഴിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1930കളിൽ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുകയും ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും അക്കാലത്തെ ബോംബെയിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ സമരങ്ങളുടെ നേതാവായി മാറുകയും പിന്നീട് SCF ഉണ്ടാക്കുകയും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വൈസ്രോയി കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുകയും ആദ്യത്തെ ഇന്ത്യ ഗവൺമെൻറ്റിലെ നിയമകാര്യമന്ത്രിയായി പ്രവർത്തിക്കുകയും പിന്നീട് ബുദ്ധമതത്തിലേക്ക് പരിണമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ, ഓരോ ഘട്ടത്തിലും ഈ സംവാദാത്മകത എന്ന് പറയുന്നത് അത് അംബേദ്കർ നിലനിർത്തി പോന്നിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യത്തിൽ അതൊരു താൽക്കാലികമായ ഒരു രക്ഷപ്പെടലിനുള്ളൊരു കാര്യമല്ല, മറിച്ച് ജീവിതത്തോട് സത്യസന്ധമായിരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധ്യമല്ല. അപ്പം മാർക്സ് അദ്ദേഹത്തിൻ്റെ ചിന്താജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ തത്വശാസ്ത്രപരം എന്ന് വിളിക്കാവുന്ന ഊന്നലുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ തത്വശാസ്ത്ര പ്രശ്നം തത്വശാസ്ത്രപരമായി പരിഹരിക്കാനാവില്ല എന്നത് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് ഫോർബാക്ക് തിസീസുകൾ മുതൽ ഇങ്ങോട്ട് തൊഴിലാളി വർഗത്തിലാണ് തത്വശാസ്ത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആലോചനകൾ കൂടുതൽ പ്രധാനമായി. പിന്നീട് ആ ആലോചനകളുടെ തുടർച്ചയിൽ തന്നെ 1870കൾ മുതൽക്ക് ഇങ്ങോട്ട് അദ്ദേഹം വംശീയ പ്രശ്നങ്ങളെക്കുറിച്ച്, അമേരിക്കൻ ആഭ്യന്തര കലാപത്തെക്കുറിച്ച്, ഐറിഷ് പ്രശ്നങ്ങളെക്കുറിച്ച്, റഷ്യയിലെ കാർഷിക കമ്മ്യൂണുകളെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആലോചനകൾ വികസിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്പര വിരുദ്ധാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഊന്നലുകൾ മാറി വരുന്നുണ്ട്, പക്ഷേ ഒരടിസ്ഥാന വീക്ഷണം നിലനിൽക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യങ്ങളോടുള്ള, ഇപ്പോൾ 1850കളിൽ ആധുനികത വന്നപ്പോൾ, റെയിൽവേ വന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ മാർക്സ് പറഞ്ഞത് റെയിൽവേയുടെ വരവ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ അവസാനമാക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ അവസാനത്തിന് അത് തുടക്കം കുറിക്കുന്നതാണ്. 1870കളിൽ അംബേദ്കർ അതേക്കുറിച്ച് പിന്നെ എഴുതിയത് തൻ്റെ ആ പ്രത്യാശ അതിരുകവിഞ്ഞതായിരുന്നു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെ മാർക്സ് അവിടെ മറികടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ നിലയിലുള്ളൊരു സംവാദ ശേഷി വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ വളരെ മികവുറ്റൊരു മാതൃക കൂടിയായിട്ടാണ് സലിംകുമാറുമായിട്ടുള്ള വ്യക്തിപരമായ എൻ്റെ സൗഹൃദത്തെയും അദ്ദേഹവുമായി നടത്തിയ സംവാദങ്ങളെയും ആശയവിനിമയങ്ങളെയും, സംവാദമെന്ന് പറയാൻ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഞാൻ വായിക്കും, ഞാൻ എഴുതിയത് ചിലതെല്ലാം അദ്ദേഹവും വായിക്കും, അന്യോന്യം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില വിയോജിപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ചൂട് പിടിച്ച ഒരു ഏറ്റുമുട്ടലൊന്നും അതേ ചൊല്ലി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ചേരുന്ന ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ടും അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒത്തുചേരലിൻ്റെ കുറേ സന്ദർഭങ്ങളെ ഓർക്കാനും കഴിഞ്ഞത് സന്തോഷകരമാണ്. മുരളി അതിനെന്നെ ക്ഷണിച്ച സമയത്ത്, മുരളി ആദ്യം പറഞ്ഞ ദിവസം എനിക്ക് മറ്റൊരു തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ ആലോചിച്ചു കൂടിയാണ് ഇങ്ങനെ ഒരു ദിവസം കണ്ടെത്താൻ കഴിഞ്ഞത്. അത് സന്തോഷകരമായൊരു കാര്യമാണ്. മുരളിക്കും ഈ സമ്മേളനത്തിൻ്റെ സംഘാടകർക്കുമെല്ലാം അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഹൃദയപൂർണമായ നന്ദി രേഖപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കുന്നു. സലിംകുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ രചനാജീവിതത്തെ ആകമാനം വിലയിരുത്താനോ
അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയങ്ങളെ മുഴുവൻ പരിശോധിക്കാനോ ഉള്ള സന്ദർഭമൊന്നും ഇതല്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് മറ്റൊരു കാര്യത്തിന് ഉച്ചയ്ക്ക് 2 മണിയോടെ എത്തിച്ചേരേണ്ടതുണ്ട് എന്നതുകൊണ്ട് വളരെ കൂടുതൽ സമയം ഇവിടെ പൂർണ്ണമായി ചെലവഴിക്കാനും പ്രയാസമുണ്ട്. എങ്കിലും ഞാൻ കണ്ട എനിക്ക് തോന്നിയ ചില ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകളെ മുൻനിർത്തി സൂചിപ്പിക്കാനാണ് ഞാൻ മുഖ്യമായിട്ടും മുതിരുന്നത്. ഒന്ന്, കേരളത്തിലെ ദളിത് ചിന്താമണ്ഡലത്തെ വിപുലീകരിക്കുന്നതിൽ, അതിനെ സൂക്ഷ്മവും സങ്കീർണവുമാക്കി വികസിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളായിട്ടാണ് സലിംകുമാറിനെ ഞാൻ കാണുന്നത്. ഇപ്പം ആധുനിക കേരളത്തിൻ്റെ രൂപപ്പെടലിനെക്കുറിച്ച് അദ്ദേഹം അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, അത് തീർത്തും പുതിയതാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഊന്നൽ ശ്രദ്ധിക്കേണ്ടതാണ്. 3 തരത്തിലുള്ള സമരങ്ങളുടെ ഒരു സംയോജനമാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങളിലൊരിടത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അതൊന്ന് സാമ്രാജ്യവിരുദ്ധമായ സമരമാണ്, മറ്റൊന്ന് ബ്രാഹ്മണ്യത്തിനെതിരായ സമരമാണ്, 3 ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരങ്ങളാണ്. ഈ 3 സമരങ്ങളും ഒരേ അളവിലും അനുപാതത്തിലും ഉണ്ടായി എന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഇവ 3ൻ്റെയും സംയോജിതമായ ഒരു ഫലമെന്ന നിലയിലാണ് ആധുനിക കേരളം, ഐക്യ കേരളം നിലവിൽ വന്നത് എന്ന കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഘടകങ്ങളുടെ സംയോജിതമായ തുടർച്ച ഉണ്ടായില്ലെന്നും 2 തരത്തിലുള്ള വഴിതെറ്റലുകൾ അതിനിടയിൽ സംഭവിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന്, ആധുനിക സമൂഹം നിലവിൽ വന്നതോടെ, ആധുനിക കേരളം അല്ലെങ്കിൽ ഐക്യ കേരളം നിലവിൽ വന്നതോടെ അതിൻ്റെ ആധാരങ്ങളിലൊന്നായിരുന്ന ജാതിവിരുദ്ധമായ സമരങ്ങൾക്ക് സംഭവിച്ച ക്ഷീണമാണ്. പ്രത്യേകിച്ചും ജന്മിവിരുദ്ധ മുന്നേറ്റങ്ങൾക്കും സാമ്രാജ്യവിരുദ്ധ മുന്നേറ്റങ്ങൾക്കും ഉണ്ടായ അളവിൽ ജാതിവിരുദ്ധമായ മുന്നേറ്റങ്ങളെ വികസിപ്പിക്കാനോ കൂട്ടിയണക്കാനോ അതിനോട് കൂട്ടിയണക്കാനോ കഴിയാതെ പോയി എന്നത് വാസ്തവത്തിൽ നവോത്ഥാനത്തിന് ശേഷമുള്ള കേരളീയ ജീവിതത്തെ വളരെ കൂടുതൽ ദുർബലമാക്കി എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അത് തീർത്തും പുതിയൊരു കാര്യം എന്ന് പറയല്ല, പക്ഷേ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നവോത്ഥാന പ്രക്രിയയിൽ ഉൾപ്പെട്ട പ്രസ്ഥാനങ്ങൾ പതിയെ ജാതി സ്വത്വങ്ങളിലേക്ക് പിൻവാങ്ങിയതും ആ ജാതി സ്വത്വങ്ങളിലേക്കുള്ള അവയുടെ പിൻവാങ്ങൽ വാസ്തവത്തിൽ നവോത്ഥാനപരമായ അതിൻ്റെ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തിയതും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. സവിശേഷമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സാധുജന പരിപാലന സംഘം ഓൾ ട്രാവൻകൂർ പുലയ മഹാസഭയായി മാറുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. 1937 ഈ മാറ്റം നടക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ സന്ദർഭത്തിൽ അത് ആ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടി സമ്പൂർണ്ണമായി ശ്രമിച്ച സർ CP രാമസ്വാമി അയ്യരായിരുന്നു എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പിൽക്കാലം ജാതി സ്വത്വങ്ങളുടെ കേവലമായ സംസ്ഥാപനമായി, അതുവഴി മ്യൂച്വലി എക്സ്ക്ലൂസീവായ അന്യോന്യം ഒഴിച്ചു നിർത്തുന്ന നിലയിലുള്ള ഒന്നായി മാറിത്തീർന്നത് എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. ഫലത്തിൽ സാമ്രാജ്യവിരുദ്ധതയും ജാതിവിരുദ്ധതയും ബ്രാഹ്മണ്യവിരുദ്ധതയും ഒത്തുചേർന്ന് വികസിക്കേണ്ട ഒരു രാഷ്ട്രീയ ഉള്ളടക്കം പല ദിശകളിലേക്ക് ചെതറിപ്പോവുകയും ഐക്യകേരളം നിലവിൽ വന്നതിന് ശേഷം ഐക്യകേരളത്തെ സാധ്യമാക്കിയ സാമൂഹ്യ അവബോധത്തിൻ്റെ തലം ഏതാണ്ട് പൂർണ്ണമായും ശിഥിലീകരിക്കപ്പെടുകയും ചെയ്തു എന്ന നിരീക്ഷണം അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങളിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിലെ ആധുനിക കുടുംബഘടനയെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാനാനന്തര കേരളത്തിലെ ആധുനിക കേരളത്തിലെ സാമൂഹ്യ വിചാരങ്ങളിൽ കാര്യമായൊന്നും പരിഗണിക്കപ്പെടാത്തതും ഒറ്റ തിരിഞ്ഞ നിലയിൽ ചില ചിന്തകരുടെയോ മറ്റോ ആലോചനകളിൽ വന്നുപോയിട്ടുള്ളതും ഏതെങ്കിലും ഒരു സാമൂഹ്യ സമ്മർദ്ദത്തെ നേരിട്ടിട്ടില്ലാത്തതുമായ സ്ഥാപനമാണ് കുടുംബം എന്നത്. കുടുംബത്തിൻ്റെ ചരിത്രപരമായ ഇന്ത്യയിലെ മധ്യവർഗ കുടുംബ രൂപീകരണം
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് അരങ്ങേറുന്നതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെക്കുറിച്ച് പാർത്ഥ ചാറ്റർജി വിശദമായ ചില ആലോചനകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനമാണ്. സലിംകുമാർ പാർത്ഥ ചാറ്റർജിയെ അങ്ങനെ ഉദ്ധരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയത്തിൻ്റെ കാതൽ ഈ സലിംകുമാറിൻ്റെ വാദങ്ങളിലുമുണ്ട്. പാർത്ഥ ചാറ്റർജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയിലൊരു മധ്യവർഗം രൂപപ്പെട്ടു വന്നു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് പറയുമ്പോഴേ എൻ്റെ ഒരു സംഭാഷണത്തെ മുറിക്കും. അത് എനിക്ക് ഈ ക്ലാസ് എടുത്തൊരു ശീലമായതുകൊണ്ടേ മുമ്പിൽ ആളുകളിലിരുന്ന് ശ്രദ്ധമായിട്ടിരുന്നാൽ പിന്നെ പറയാൻ പറ്റില്ല. മാത്രമല്ല അതിലൊരു അനാദരവും ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിലമതിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അതെ, പാർത്ഥ ചാറ്റർജി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് 19-ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്കും ഇന്ത്യയിലൊരു മധ്യവർഗം വികസിച്ചു വന്നു. ഈ മധ്യവർഗത്തിൻ്റെ ഒരു പ്രശ്നം, അവരുടെ പൊതുജീവിതത്തെ ആകമാനം നിയന്ത്രിക്കുന്നത് കൊളോണിയൽ ഭരണ സംവിധാനമാണ്. തൊഴിൽ കൊളോണിയലാണ്, സമ്പത്ത് കോളനി ബന്ധങ്ങൾക്കുള്ളിലാണ്, വിദ്യാഭ്യാസം കൊളോണിയലാണ്, പൊതുജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും കൊളോണിയലാണ്. അങ്ങനെ പൊതുജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും കൊളോണിയലായിരിക്കുകയും എന്നാൽ കോളനി വിരുദ്ധത അല്ലെങ്കിൽ ദേശീയത മുതലായ ആശയങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന, തങ്ങൾ ആർജിച്ച വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും പാശ്ചാത്യമായ സ്വാതന്ത്ര്യ സങ്കല്പം, ജനാധിപത്യ സങ്കല്പം, ദേശീയതാ സങ്കല്പം ഇതുമൊക്കെയായി പരിചയപ്പെട്ട ഒരു മധ്യവർഗം, ബംഗാളി ഭദ്രലോക് പോലെ ഇന്ത്യയിലെ നഗരകേന്ദ്രിതമായ ബ്രാഹ്മണ സവർണ വിഭാഗങ്ങൾ പോലെയുള്ള ഒരു മധ്യവർഗം ഉയർന്നു വരികയും ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവർ വഹിക്കുന്ന ജോലി മിക്കവാറും അധിനിവേശ ഭരണകൂടവുമായി ബന്ധപ്പെട്ടതും അതിനുള്ളിലുമാണ്. എന്നാൽ ആന്തരികമായി ഈ പുതിയ രാഷ്ട്രീയ ആശയങ്ങളോട് പലതരത്തിൽ അവർ ചർച്ചയിലും സംവാദത്തിലും ഏർപ്പെടുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നതിന് ഇന്ത്യയിലെ മധ്യവർഗം കണ്ടെത്തിയ പ്രധാനപ്പെട്ട വഴികളിലൊന്നായിട്ടാണ് കുടുംബം എന്ന സ്ഥാപനത്തെ പാർത്ഥ ചാറ്റർജി കാണുന്നത്. പാർത്ഥ ചാറ്റർജി മുമ്പോട്ട് വയ്ക്കുന്ന ഒരാശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുജീവിതമാകമാനം അധിനിവേശത്തിനും കോളനി അധികാരത്തിനും കീഴ്പ്പെട്ടതോടെ കോളനി അധികാരത്താൽ കളങ്കപ്പെടാത്ത ഒരാന്തരികമായ പരിശുദ്ധ സ്ഥലം കണ്ടെത്താൻ ഇന്ത്യയിലെ മധ്യവർഗം തുനിഞ്ഞിറങ്ങുകയും ഈ പരിശുദ്ധ സ്ഥലമായിട്ട് കുടുംബം മാറിത്തീരുകയും ഭാവന ചെയ്യപ്പെടുകയും ഈ കുടുംബത്തിൻ്റെ കേന്ദ്രമായിട്ട് സ്ത്രീയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഗൃഹനായിക വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ആദർശ ബിംബം രൂപപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹികമായ സമ്മർദ്ദങ്ങളോ കളങ്കങ്ങളോ എത്തിച്ചേരാത്ത, അതിന് പുറത്ത് നിൽക്കുന്ന, അതിനെയെല്ലാം പുറത്താക്കുന്ന സ്വകാര്യമായ ഒരു ആന്തരിക സ്ഥലമായിട്ട് കുടുംബം മാറിത്തീരുകയും ഈ കുടുംബത്തിൽ പരമ്പരാഗത മൂല്യങ്ങൾ, ജാതി വിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും മറുഭാഗത്ത് പൊതുജീവിതത്തിൽ ആധുനികമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ മധ്യവർഗത്തിൻ്റെ കുടുംബഘടന എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ആധുനികവും അതുപോലെ തന്നെ കോളനി വിരുദ്ധവുമായ ഒരു സന്ദർഭത്തിനകത്തെ ഒരു വൈരുദ്ധ്യമായിട്ട് നിലനിൽക്കുകയുണ്ടായി എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നോക്കിയാൽ നിങ്ങൾക്കത് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റും. അത് ഇന്ത്യയിലുടനീളം മധ്യവർഗത്തിൻ്റെയും ഉപരിവർഗത്തിൻ്റെയും കുടുംബഘടനയ്ക്കുള്ളിൽ സാമൂഹികമായിട്ടും സാങ്കേതികമായിട്ടും ഉപകരണപരമായിട്ടുമൊക്കെ ആധുനികരായിരിക്കുക, അവബോധപരമായിട്ട് യാഥാസ്ഥിതികരായിരിക്കുക എന്നത് ഒരു പ്രയാസമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. ആ വൈരുദ്ധ്യത്തിൻ്റെ ചരിത്രപരമായ അടിസ്ഥാനമായിട്ട് പാർത്ഥ ചാറ്റർജി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഇത്. കേരളത്തിൽ പക്ഷേ മൗലികമായൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ ആധുനികതയിലേക്കുള്ള നമ്മുടെ വഴിതിരിയൽ മതനവീകരണത്തേക്കാൾ ജാതി വിരുദ്ധതയിലൂന്നിയാണ്. ചാന്നാർ കലാപം, നാരായണഗുരു, അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ, അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങളിലൂടെ ജാതി വിരുദ്ധതയുടെ ഒരു കേന്ദ്രീകരണം നമ്മുടെ നവോത്ഥാനത്തിൽ ഉണ്ടായതുകൊണ്ട് അത് കുടുംബത്തിനകത്തും ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും കുടുംബഘടനയെ തന്നെ ആധുനികമായ നിലയിൽ പുനഃസംഘടിപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ നവോത്ഥാനം ഒരളവ് വരെ മാറിയിരുന്നു.
എന്നാൽ 1920-കൾ 30-കളാകുമ്പോഴേക്കും ഇത് ദുർബലപ്പെടുകയും കുടുംബഘടനയ്ക്കകത്തുള്ള പരിഷ്കരണം ഏതാണ്ട് 30-കളോടെ സ്തംഭിക്കുകയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ടോ അല്ലെങ്കിൽ 10-75 വർഷങ്ങളായി കാര്യമായ ഒലച്ചിലുകളൊന്നുമില്ലാത്ത ഒന്നായിട്ട് നമ്മുടെ കുടുംബഘടന മാറുകയും ചെയ്തു. ഇതിനുള്ളിലാണ് ജാതീയതയുടെ, സ്ത്രീവിരുദ്ധതയുടെ, ആണധികാരത്തിൻ്റെ, ആചാരപരതയുടെ ഒക്കെ പഴയ ലോകങ്ങൾ പല തലത്തിൽ സംരക്ഷിക്കപ്പെട്ട് നിലനിന്ന് പോരുന്നത്. ഇതിനെ ഒരു വിമർശന വിധേയമാക്കാനോ കുടുംബഘടനയുടെ ഒരു ആന്തരിക ബലതന്ത്രത്തെ അഴിച്ചു പരിശോധിക്കാനോ കാര്യമായ ഒരു ശ്രമവും നടക്കാതെ പോയ ഘട്ടത്തിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേരളീയ സമൂഹത്തിൻ്റെ സാമൂഹ്യ അവബോധപരമായ നവീകരണത്തെ സ്തബ്ധമാക്കാൻ പോകുന്ന ഒരു സ്ഥാപനമായിട്ട് കുടുംബം മാറിത്തീർന്നത്. ഞാൻ ഇത്രയും പറഞ്ഞൊരു കാര്യം, കെ എം സലിംകുമാർ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിലൊരിടത്ത് ഇക്കാര്യം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബഘടനയെ നവീകരിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കാതെ ഐക്യ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ മുന്നോട്ട് പോക്കിൻ്റെ വഴിയെ ഇനി ഒരു ചുവടും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഇത് കുടുംബഘടനാ പരിഷ്കരണം എന്ന് പറയുന്നത് കുടുംബഘടനാ പരിഷ്കരണമല്ല. അതിൻ്റെ ലാർജർ പൊളിറ്റിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേൽത്തട്ടിൽ നമ്മൾ കുടുംബമാണ് കാണുന്നതെങ്കിലും ആ കുടുംബം എന്ന സ്ഥാപന സംവിധാനം നിലനിൽക്കുന്നത് ദേശീയ പ്രസ്ഥാനവും ദേശീയതാ സങ്കല്പവും ജന്മം നൽകിയ ഒരു രാഷ്ട്രീയ വ്യവഹാരത്തോട് ബന്ധപ്പെട്ടാണ്. ദേശീയ വ്യവഹാരം നമുക്കറിയുന്നത് പോലെ ഇന്ത്യൻ ദേശീയത അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അടിസ്ഥാനപരമായി ഹിന്ദു ദേശീയതയായിരുന്നു. ബങ്കിംചന്ദ്രനാകട്ടെ, ബാലഗംഗാധര തിലകനാകട്ടെ, അല്ലെങ്കിൽ ലാലാ ലജ്പത് റായ് ആകട്ടെ, ഇവരെല്ലാം തന്നെ ഏറിയും കുറഞ്ഞും ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന ഇന്ന് സവർക്കർ നൽകിയ ആ പദം ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഹൈന്ദവമായ മതാത്മക ദേശീയത എന്നത് ഏറെക്കുറെ ഇവരിലുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഹിന്ദു മഹാസഭയുടെ ആദ്യത്തെ 2 അധ്യക്ഷന്മാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളാണ്. ഒന്ന് മദനമോഹന മാളവിയാണ്, രണ്ടാമത്തെ ആൾ ലാലാ ലജ്പത് റായ് ആണ്. BS മൂഞ്ചെ എത്തുന്ന സമയത്താണ് ഹിന്ദു മഹാസഭയും കോൺഗ്രസും തമ്മിൽ പിരിയുന്നത്. അതുവരെ ഒരേ വഴിക്കാണ് സഞ്ചരിക്കുന്നത്. മൂഞ്ചെ എത്തുമ്പോഴാണ്, അപ്പോഴേക്കും പിന്നെ ഗാന്ധി എത്തി. ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോഴാണ് ഇത് വഴി പിരിയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഒരു മതാത്മക ബോധവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ മതാത്മക ദേശീയതയാണ് ഇന്ത്യൻ ദേശീയ ഭാവനയെ സൃഷ്ടിച്ചത്, ദേശീയ വ്യവഹാരത്തെ സൃഷ്ടിച്ചത്. അത് ഭൂതകാലത്തെ ഒരു സുവർണദശയായി കെട്ടിപ്പടുത്തു. ഓറിയൻ്റലിസ്റ്റുകളും മറ്റും നൽകിയ ചരിത്രബോധത്തെ ഉപയോഗപ്പെടുത്തി ഭൂതകാലത്തെ ഒരു സുവർണദശയായി കെട്ടിപ്പടുക്കുകയും ആ സുവർണ ഭൂതകാലത്തിൻ്റെ വർത്തമാനകാല രൂപം എന്ന നിലയിൽ കുടുംബത്തെ കാണുകയും ചെയ്തു. ഇത് വളരെ പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബം എന്നത് ഏറ്റവും ഉപരിതലത്തിൽ ഒരു പുതിയ സ്ഥാപനമായിട്ട് തോന്നുമെങ്കിലും ആ സ്ഥാപനം നിലനിൽക്കുന്നത് ഒന്ന് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണയിലാണ്, മറ്റൊന്ന് ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരവുമായി ആഴത്തിൽ കെട്ടുപിണഞ്ഞുമാണ്. ഇതിനെ ചെന്ന് തൊടുക, അതായത് കുടുംബത്തെ സ്പർശിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ദേശീയതാ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാന സ്ഥാപനത്തെയും അതിൻ്റെ ചരിത്രബോധത്തെയും കൂടിയാണ് നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ആ തിരുത്തൽ വേണ്ട പോലെ നടന്നില്ല എന്നത് കേരളത്തിലെ ഐക്യ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന സാമൂഹ്യ അവബോധ പരിണാമത്തെ പിന്നീട് സ്തബ്ധമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിട്ട് സലിംകുമാർ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് ഇന്നത്തെ നിലയിൽ കൂടുതൽ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രവർത്തന രീതികളിൽ നിന്ന് മാറി ഏതാണ്ട് സലിംകുമാർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ബ്രാഹ്മണ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കുള്ള മാറ്റത്തെ രൂപപ്പെടുത്തിക്കൊണ്ട്
ബ്രാഹ്മണ്യത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ആശയാവലികളെ ഹിന്ദുമതമെന്ന് വിളിക്കുന്ന വിപുലമായൊരു വ്യവഹാരവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി ഉയർന്നു വരാവുന്ന പ്രതിരോധ ഘടകങ്ങളെ വരെ സ്വാംശീകരിക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് ഹിന്ദുത്വം വികാസം ആർജിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ഷിഫ്റ്റിൻ്റെ കേന്ദ്രത്തിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനം പ്രത്യക്ഷത്തിൽ ഒട്ടുമേ രാഷ്ട്രീയമല്ലാത്തതും എന്നാൽ രാഷ്ട്രീയ ധാരണയെ, രാഷ്ട്രീയത്തെ ഏറ്റവും ആഴത്തിൽ പ്രയുക്തമാക്കുന്നതുമായ ഒരു സ്ഥാപനമായി കുടുംബം മാറിയിരിക്കുന്നു എന്നതാണ്. ഇതാകട്ടെ കേവലമായ പഴയ ഹിന്ദുത്വം അല്ല താനും. നമ്മുടെ സമകാലിക ഹിന്ദുത്വത്തിലേക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10, 12, 15 വർഷക്കാലത്തിനിടയിലെ ഹിന്ദുത്വത്തിലേക്ക് നോക്കിയാൽ അത് മൂലധന താല്പര്യങ്ങളുമായി നടത്തുന്ന കെട്ടുപിണയൽ വളരെ വളരെ വലുതാണ് എന്ന് കാണാൻ പറ്റും. ഒരുപക്ഷേ ഫാഷിസത്തെക്കുറിച്ചുള്ള അതിൻ്റെ ക്ലാസിക്കൽ ഡോക്യുമെൻ്റ് 1936 മുസോളിനി തയ്യാറാക്കിയ ഡോക്ട്രിൻസ് ഓഫ് ഫാഷിസം എന്നു പേരായ അതിൻ്റെ ബേസിക് ഡോക്യുമെൻറ്റിൽ ഫാഷിസം നിർവചിക്കപ്പെട്ടത് നമ്മൾക്ക് പരിചയമുള്ള രീതിയിലൊന്നുമല്ല. അത് അതിതീവ്ര ദേശീയതയായിട്ടോ അന്യമത വിദ്വേഷമായിട്ടോ അപരഹിംസയായിട്ടോ അല്ല. അതിനേക്കാളൊക്കെ കൂടുതലായി മുസോളിനി ഫാഷിസത്തെ വിശദീകരിക്കുന്നത് മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ഐക്യം എന്ന നിലയിലാണ്. ഈ മൂലധന താല്പര്യത്തിൻ്റെ സമ്പൂർണമായ അതിനെ പിന്തുണയ്ക്കുന്ന സംവിധാനമായി ഭരണകൂടം മാറുന്നു. സാധാരണ നിലയിൽ അത് എളുപ്പമല്ല. കാരണം മൂലധനത്തിൻ്റെ സമ്പൂർണമായ വളർച്ച പൊതുസമൂഹത്തിലെ ജനജീവിതത്തെ വളരെ കൂടുതൽ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് മൂലധനത്തെ സമ്പൂർണമായി പിന്തുണച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിന് എളുപ്പം പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിട്ട് അധികാരത്തിൽ വരുന്ന ഭരണ സംവിധാനത്തിന്. ഫാഷിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഫാസിസ്റ്റുകൾ സാമൂഹികമായി രൂപപ്പെടാവുന്ന ഈ എതിർപ്പുകളെ മറികടക്കാൻ പോന്ന മട്ടിൽ ഒരു സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ വിഭജന യുക്തികൾ ഉണ്ടാക്കുകയും സമൂഹത്തിൻ്റെ ക്ഷീണാവസ്ഥയ്ക്ക് കാരണം അതിൽ തന്നെയുള്ള ശത്രുവാണ് എന്ന മട്ടിൽ ഒന്നുകിൽ വംശീയതയെ, അല്ലെങ്കിൽ വർഗീയതയെ, അല്ലെങ്കിൽ ജാതീയതയെ ഒക്കെ ഒരു വിദ്വേഷത്തിൻ്റെ യുക്തിയായി ആഭ്യന്തരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ഫാഷിസത്തെക്കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങളിലൊക്കെ വളരെ കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ജൂതന്മാരാകാം, മുസ്ലിങ്ങളാകാം, ഇതര മതസ്ഥരാകാം, ആരെങ്കിലുമൊക്കെ. ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ മുൻനിർത്തുന്ന ആഭ്യന്തരമായ വലിയൊരു ധ്രുവീകരണം വരുന്നതോടെ വാസ്തവത്തിൽ പൊതുസമൂഹത്തിൻ്റെ ആകമാനം തകർച്ചയ്ക്ക് വഴിവെക്കുന്ന വലിയ മൂലധന ചൂഷണം മിക്കവാറും മറഞ്ഞു പോകും എന്നതാണ് വസ്തുത. ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി, ആഗോള സമ്പദ്ഘടനയിൽ 4ാമത്തെ പദവിയിലോ മറ്റോ ഇന്ത്യ എത്തി എന്ന് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ GDP-യുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. നേരത്തെ 5 ആയിരുന്നു. ജപ്പാനെ നമ്മൾ മറികടന്ന് 4ാം സ്ഥാനത്തെത്തി എന്നാണ് പൊതുവെ വിശദീകരിക്കപ്പെടുന്നത്. ഇതേ ഇന്ത്യ തന്നെയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 107-ലും 111-ലും 114-ലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥാനനിർണയം ചെയ്യപ്പെട്ടത്. 160ഓളം രാജ്യങ്ങളെ പരിഗണിക്കുമ്പോൾ അതിൽ 114ാം സ്ഥാനത്തേക്ക് ഹങ്കർ ഇൻഡെക്സിലെത്തുക. പക്ഷേ സാമ്പത്തിക ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്ത് എത്തിച്ചേരുക. സമ്പത്തിൻ്റെ ഭീമാകാരമായ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് തന്നെ സമ്പത്തിൻ്റെ വിതരണം സമ്പൂർണമായി അട്ടിമറിക്കപ്പെടുക. ആ അട്ടിമറിക്കൽ, ഈ അസമത്വത്തിൻ്റെ അതിഭീമമായ വർധനവ് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യക്ഷോഭമായി മാറാതിരിക്കുക വാസ്തവത്തിലാകേണ്ടതാണ്. സമ്പത്ത് ഇത്രയും വളരുകയും ദാരിദ്ര്യമോ അസമത്വമോ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ജനകീയമായ പ്രതിരോധം, ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകാതിരിക്കുന്ന മട്ടിൽ ഫാഷിസം ഇതിനെ മറ്റൊരു ആഭ്യന്തര വിഭജനത്തിലൂടെ മറികടക്കുന്നു. ഇതാണ് മുസോളിനി സൂചിപ്പിക്കാൻ ശ്രമിച്ചൊരു കാര്യം. ഈ ബോധരൂപീകരണത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ കുടുംബങ്ങൾ പ്രവർത്തിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ കുടുംബം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ് ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് എന്നത്. കേരളത്തിൽ 50-കൾക്ക് വരെ താരതമ്യേന കുടുംബഘടനയ്ക്കകത്ത് ജനാധിപത്യവൽക്കരണത്തിനുള്ള പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഐക്യകേരളത്തിൻ്റെ രൂപപ്പെടലിന് ശേഷമുള്ള അതിൻ്റെ തുടർച്ച ഏതാണ്ട് ഇതിനെ സ്തബ്ധമാക്കിക്കൊണ്ടാണ് ആചാരപരതയിലും സ്ത്രീവിരുദ്ധതയിലും പുരുഷാധികാരത്തിൻ്റെ സംസ്ഥാപനത്തിലും ജനാധിപത്യ അവകാശങ്ങളുടെ നിഷേധത്തിലും
ജാതീയതയിലും മതവിദ്വേഷത്തിലും ഒക്കെ ആഴ്ന്നു കിടക്കുന്ന ഒന്നായി, ഒരു സ്വകാര്യ മണ്ഡലം എന്ന് നാം സാമാന്യേന ധരിക്കുന്ന ഒന്നായിട്ട് കുടുംബം മാറി. ഇപ്പോൾ പല ആളുകളും പറയാറുള്ളൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നേതൃനിലത്തിലുള്ള ആളുകൾ തന്നെ പറയും വീട്ടിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന്. വീട്ടിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം. കാരണം ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താണോ അതാണ് വലതുപക്ഷം. കാരണം വലതുപക്ഷത്തിൻ്റെ ഒരു മൂല്യപരിസരത്താണ് ജാതി, മതം, ആചാരപരത, മത്സരം, ഉപഭോഗഭ്രാന്ത് ഇതെല്ലാം ചേർന്ന ഒരു അനുഭവ പരിസരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന സ്ഥിതിയുടെ പേര് കൂടിയാണ് വലതുപക്ഷം എന്നത്. ആ മൂല്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് കുടുംബം നിലനിൽക്കുകയും അതിനെ പക്ഷേ വിമർശനാത്മകമായി മറികടക്കുന്നതിൽ മിക്കവാറും കേരളം പരാജയപ്പെടുകയും ചെയ്തു. ഇങ്ങനെ 3 ഘടകങ്ങളിൽ കൊണ്ട് ഐക്യകേരളത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാമൂഹ്യ വികാസം പിന്നെ എങ്ങനെ ദുർബലമായി എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. അതായത് ജാതിയും ലിംഗപദവിയും കേന്ദ്ര പ്രശ്നമാകാതെ പോവുകയും വർഗപരവും സാമ്പത്തികവുമായ പരിഷ്കരണം കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഈ ജാതിയും ലിംഗപദവും കൂടുതൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് നമ്മൾ ഈ കുടുംബം എന്ന സ്ഥാപനത്തെ കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ദേശീയതാ വ്യവഹാരത്തെയും ആ ദേശീയതാ വ്യവഹാരത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന സ്ഥലം എന്ന നിലയിൽ കുടുംബത്തെയും സവിശേഷമായി വിമർശന വിധേയമാക്കുക എന്നത് വാസ്തവത്തിൽ സമകാലിക കേരളത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിനുള്ള പ്രധാനപ്പെട്ട ഉപാധികളിലൊന്നായി സലിംകുമാർ നിർദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം കേരളം ഇന്ന് ഏറിയ പങ്കും ഉപഭോഗാസക്തമായി തീർന്ന, വ്യക്തിഗത മാത്സര്യത്തിൽ അഭിരമിക്കുന്ന, മറ്റു തരത്തിലുള്ള ജാതീയതയുടെയും മതവിദ്വേഷത്തിൻ്റെയും മൂല്യങ്ങളെയൊക്കെ വലിയ തോതിൽ സ്വാംശീകരിച്ചൊരു സമൂഹമായി മാറിയിട്ടുണ്ട്. അതിനെതിരായ വിമർശനത്തിൻ്റെ കേന്ദ്രത്തിൽ ഈ ഒരു ഘടകത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് 59-ലെ വിമോചന സമരത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന നിരീക്ഷണം. അത് നിശ്ചയമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒന്നായിരുന്നു. ഭൂപരിഷ്കരണത്തോടും വിദ്യാഭ്യാസ പരിഷ്കരണത്തോടും കേരളത്തിലെ ജാതിമത വിഭാഗങ്ങൾക്കുണ്ടായ കടുത്ത എതിർപ്പിൽ നിന്നാണ് അത് രൂപപ്പെട്ടത് എന്ന കാര്യം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആധുനികതയിലേക്കുള്ള വഴിയിൽ കേരളത്തിൽ വേരുപിടിച്ചു തുടങ്ങിയ നവീകരണപരമായ ബലങ്ങളെ ദുർബലപ്പെടുത്തുകയും വലിയൊരളവോളം ബ്രാഹ്മണ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിലാണ് ചെന്നവസാനിച്ചത്. അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സമുദായങ്ങളുടെ ജാതിവൽക്കരണത്തിലേക്ക് അതെത്തിച്ചേർന്നു. ഈ ജാതിവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളമായിട്ടാണ് സാധുജന പരിപാലന സംഘം ഓൾ ട്രാവൻകൂർ പുലയ മഹാസഭയായി മാറിയത് എന്ന കാര്യവും അതിന് നേതൃത്വം നൽകുന്ന ആളായിട്ട് സർ CP പോലെ ഒരാൾ വന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിനകത്തുണ്ടായ നമ്മളൊരു ലീനിയറായ രേഖീയമായ ഒരു പുരോഗതിയുടെ കഥയായിട്ട് പലപ്പോഴും ഈ നവോത്ഥാനത്തെയും ആധുനിക സമൂഹ രൂപീകരണത്തെയും കാണുമ്പോൾ അതിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ നിരീക്ഷണങ്ങളെക്കുറിച്ചും ഇതുപോലെ സൂക്ഷ്മാംശത്തിൽ സംസാരിക്കാവുന്നതാണ്. ഞാൻ അതിന് മുതിരുന്നില്ല. അത് ഈ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യവുമായിട്ട് ഞാൻ കരുതുന്നില്ല. എനിക്ക് സവിശേഷമായി തോന്നിയ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മുരളിയുടെ അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അദ്ദേഹം പുലർത്തിയിരുന്ന സംവാദ സന്നദ്ധത. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളിലൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അരുന്ധതി റോയുടെ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് അവരെഴുതിയ ആമുഖത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച ഒരു രീതി. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഞാനിവിടെ ഒരു വട്ടം കൂടി വായിക്കാമെന്നാണ് കരുതുന്നത്. ബ്രാഹ്മണിസത്തിനും അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾക്കുമിടയിൽ തങ്ങളുമുണ്ടെന്ന ജാതിശ്രേണിയുടെ മുകൾത്തട്ടിലുള്ളവരുടെ ബന്ധുത്വ പ്രഖ്യാപനം എന്ന നിലയിലാണ് അരുന്ധതിയുടെ ഐക്യപ്പെടലിനെ അദ്ദേഹം കാണുന്നത്. അരുന്ധതിയുടെ അതിലെ എല്ലാ വിശദീകരണങ്ങളോടും നിരീക്ഷണങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. അതിൽ അവർ പലപ്പോഴും പോളമിക്കലാണെന്നും
ഒരു വിഷയത്തിൻ്റെ പ്രത്യേകിച്ചും ഗാന്ധിയെക്കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങൾ വളരെ കൂടുതൽ താർക്കികമാണ് എന്നും കരുതുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ കരുതുമ്പോഴും ആ പഠനം നമ്മുടെ സാമൂഹ്യ ചിന്തയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭം വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയ സമയത്താണ് സലിംകുമാർ ഈ വ്യത്യസ്തമായ ഒരു വീക്ഷണം എടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം പുറന്തള്ളുന്ന യുക്തികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ഭിന്നതകളെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് ഒരു സംവാദ പരിസരം രൂപപ്പെടുത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഗ്രാംഷി സബാൾട്ടേൺ എന്ന സങ്കല്പം മുമ്പോട്ട് വയ്ക്കുന്ന സമയത്ത് സബാൾട്ടേൺ എന്നത് ചിലരൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്, പ്രിസൺ നോട്ട് ബുക്സ് ആണല്ലോ, ജയിൽ കുറിപ്പുകളാണ്. അപ്പോൾ പ്രോലിറ്റേറിയറ്റ് എന്നും വർക്കിംഗ് ക്ലാസ് എന്നും ഒക്കെ എഴുതിയാൽ സെൻസറുടെ കണ്ണിപ്പെടും എന്നതുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി എഴുതിയതാണ് സബാൾട്ടേൺ എന്നൊക്കെ പലരും വിശദീകരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറമാണ് ആ സബാൾട്ടേൺ എന്ന സങ്കല്പത്തിൻ്റെ വ്യാപ്തി എന്ന് നമ്മൾ കാണാതെ പോകരുത്. സബാൾട്ടേൺ എന്നതുകൊണ്ട് അദ്ദേഹം 3 തരത്തിലുള്ള വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് തങ്ങളുടെ സവിശേഷമായ അവകാശാധികാരങ്ങളെ നിലനിർത്താനും സംരക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്ന സ്ഥാപിത വിഭാഗങ്ങൾ, അതായത് സമുദായ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ചില മത കൂട്ടായ്മകൾ. അവരെ സംബന്ധിച്ച് അവർ വ്യവസ്ഥയോട് ഏറ്റുമുട്ടി വ്യവസ്ഥയെ തിരുത്താനൊന്നും ശ്രമിക്കുന്നില്ല, മറിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന് അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയത് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റുകളാണ്. എല്ലാ തരത്തിലുള്ള ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റുകൾ നിലനിൽക്കുന്ന അധികാര ഘടനയോട് മൂലധന ബന്ധങ്ങളോട് പല നിലയിൽ ഇടയുന്നുണ്ട്. അതുകൊണ്ട് ട്രേഡ് യൂണിയനുകളാണ്. മൂന്നാമത്തേത് വ്യവസ്ഥാപരമായ പരിവർത്തനം ആവശ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ തുടങ്ങിയവരാണ് അദ്ദേഹം മൂന്നാമത് ഉൾപ്പെടുത്തുന്നത്. ഈ 3 വിഭാഗങ്ങളും ചേർന്ന വിപുലമായ ഒരു കാറ്റഗറി എന്ന നിലയിലാണ് സബാൾട്ടേൺ എന്ന ആശയം ഗ്രാംഷി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സൂത്രപ്പണിയല്ല, തിയററ്റിക്കലായ ഒരു റീഫോർമുലേഷൻ വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു സങ്കല്പനത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കാരണം മാറി വരുന്നൊരു സാമൂഹ്യ സന്ദർഭത്തിൽ, ഇപ്പം ഇന്ത്യയുടെ സന്ദർഭത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. അതൊരു ഭാഗത്ത് ഹിന്ദുത്വ ഫാഷിസവും മറുഭാഗത്ത് ആ ഹിന്ദുത്വ ഫാഷിസം പരിപൂർണമായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ട നിയോ ലിബറൽ മൂലധന താല്പര്യങ്ങളുമാണ്. അല്ലാതെ ഫാഷിസം കേവല ഫാഷിസം അല്ല, മൂലധനത്തിൻ്റെ സർവഗ്രാഹകമായ ഒരു ആധിപത്യം കൈവന്ന ഘട്ടത്തിൽ അതിനോട് കൈകോർക്കുന്ന ഒന്നായിട്ടാണ് ഇന്ന് ഫാഷിസം നിലനിൽക്കുന്നത്. ഇതിനോടുള്ള ഒരു ചെറുത്തുനിൽപ്പ് രൂപപ്പെടുത്തുന്ന സമയത്ത് അത് ഒറ്റതിരിഞ്ഞ പുറന്തള്ളലുകളുടെ യുക്തിയിലൂടെയല്ല, ആകാവുന്നത്ര സാധ്യമാകുന്നത്ര ഒരു സംവാദാത്മകതയിലും സാഹോദര്യ ഭാവനയിലുമാണ് എന്നതാണ് സലിംകുമാർ ഉയർത്തിപ്പിടിച്ച ഒരു കാഴ്ചപ്പാട്. അത് പ്രധാനമാണ്. കാരണം നമുക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതാപരമല്ല. ഒന്ന്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴും ആൻറ്റഗോണിസ്റ്റിക് അല്ല. ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടുന്നു, അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി ഒത്തുകൂടുന്നവർക്കിടയിൽ തന്നെ ഭിന്നതകൾ സാധ്യമാണ്. ആ ഭിന്നതകളെ ഒരു പോരായ്മയാക്കാനുണ്ട്. അപ്പം ദലേസിനെയൊക്കെ മുൻനിർത്തി പറഞ്ഞാൽ ഡിഫറൻസ് ആൻഡ് റെപ്പറ്റീഷൻ എന്നാണ്, വ്യത്യാസങ്ങളും ആവർത്തനമാണ്. പ്രകൃതി ആവർത്തിക്കുന്നുണ്ട് എങ്കിലും സൂക്ഷ്മമായി വ്യത്യാസം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യത്യാസത്തെയാണ് ഇപ്പോൾ ഒരു മരത്തിലെ 100 ഇലയുണ്ടെന്ന് സങ്കല്പിച്ചാൽ ആ ഇലകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ ഇലയ്ക്കും അതിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവും. ആകൃതിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ രൂപപരമായ വ്യത്യാസം ഉണ്ടാവും, വർണ്ണഭേദങ്ങളുണ്ടാവും. ആ വ്യത്യാസം പ്രധാനമാണ്, അവയ്ക്കിടയിലെ ഒത്തുനിൽപ്പും പ്രധാനമാണ്. അല്ലാതെ വ്യത്യാസങ്ങളെ മുഴുവൻ റദ്ദാക്കിയിട്ടുള്ള ഒത്തുചേരൽ എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു ഫാസിസ്റ്റ് ലോജിക്കാണ്. ഈ അപരം എന്ന് പറയുന്നത് എപ്പോഴാണ് റെലവൻ്റ് ആകുന്നത്? അത് സെൽഫിൽ നിന്ന് ഡിഫറൻ്റ് ആകുമ്പോഴാണ്. സെൽഫിൻ്റെ റെപ്ലിക്കാണെങ്കിൽ പിന്നെ അപരമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാക്ടറിയിൽ നിങ്ങൾ ഒരേ തരത്തിലുള്ള നെട്ടും ബോൾട്ടും ഉണ്ടാക്കുന്നു, ആ നെട്ടും ബോൾട്ടിനും ഇടയിൽ ഐക്യമുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അതൊരു മെക്കാനിക്കൽ സിമിലാരിറ്റിയാണ്. മെക്കാനിക്കൽ സിമിലാരിറ്റിയെ നമ്മൾ ഐക്യമെന്ന് വിളിക്കുന്നില്ല. അതിൽ മനുഷ്യരുടെ ബോധപൂർവമായ ഇച്ഛയുടെ ആവിഷ്കാരമില്ല.
ബോധപൂർവമായ ഇച്ഛയുടെ ആവിഷ്കാരം എന്ന നിലയിൽ നമുക്കിടയിലെ ഭിന്നതകൾക്ക് മുകളിൽ വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നാം ചേർന്ന് നിൽക്കുന്ന ഒരു സംവാദ മണ്ഡലത്തിൻ്റെ സാധ്യതയാണ് വാസ്തവത്തിൽ ഐക്യമെന്ന് പറയുന്ന ഒന്നിനെ സാധ്യമാക്കുന്നത്. ഇത് ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ഡയലക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഐക്യമെന്നത് വ്യത്യാസങ്ങളുടെ നിരാകരണമോ വ്യത്യാസങ്ങളുടെ റദ്ദാക്കലോ അല്ല. വ്യത്യാസങ്ങൾ അതിൽ തന്നെ എപ്പോഴും ശത്രുതാപരമായി തീരേണ്ടതും ഇല്ല. ഈ ഒരു പൊസിഷൻ വാസ്തവത്തിൽ നമ്മുടെ സാമൂഹിക ബോധത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ ഒരു കാഴ്ചപ്പാട് ഈ സംവാദത്തെ സംബന്ധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എടുക്കുന്നത് നമ്മുടെ ഈ കാലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊക്കെ അഭിപ്രായപരമായ ഭിന്നതകളുള്ളപ്പോഴും അവയ്ക്കിടയിൽ സാധ്യമാകുന്ന ഒരു സംവാദ സ്ഥലം, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുപയോഗിച്ചാൽ ഹൃദയബന്ധുത്വം, ആ ബന്ധുത്വ പ്രഖ്യാപനം എന്ന് പറയുന്നതിനെ പരമാവധി വികസിപ്പിക്കുക ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയായിട്ട് കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച ചില നിരീക്ഷണങ്ങളും അദ്ദേഹം നടത്തുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ചും ഗോവധ നിരോധനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടം പിടിച്ചതിനെക്കുറിച്ച് സലിംകുമാർ നടത്തുന്ന നിരീക്ഷണം 1930കളിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്ന കാലം മുതൽക്ക് തന്നെ ഗോവധം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയമായി വന്നു. ഭരണഘടനാ അസംബ്ലിയിൽ അത് വലിയ ചർച്ചാ വിഷയമായി. നമ്മുടെ ഭരണഘടനയുടെ കരട് അവതരിപ്പിക്കുന്ന സമയത്ത് അംബേദ്കർ ഗോവധം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ അയിത്തത്തെ കുറ്റകരമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ സന്ദർഭത്തിൽ സേത് ഗോവിന്ദദാസിനെ പോലുള്ള ഹിന്ദുത്വത്തിൻ്റെ വക്താക്കൾ അയിത്തം കുറ്റകരമാക്കുന്നത് പോലെ ഗോവധവും കുറ്റകരമാക്കണം എന്ന് വാദിക്കുകയും അംബേദ്കർ അതിനെ മറികടക്കുകയും ചെയ്ത കാര്യമൊക്കെ അദ്ദേഹം സലിംകുമാർ തൻ്റെ ചർച്ചയിൽ പറയുന്നുണ്ട്. അയിത്തം എന്നതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ഗോവധം എന്ന് പറയുന്നത് ആ നിലയിലുള്ളൊരു പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഭരണഘടനാപരമായ ഗോവധത്തെ കുറ്റകരമാക്കാനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം മറികടന്നത്. പക്ഷെ അപ്പോൾ പോലും 2-3 കാര്യങ്ങൾ സംഭവിച്ചു എന്നത് അതിൽ സലിംകുമാർ എഴുതുന്ന ഒരു കാര്യത്തോട് വ്യക്തിപരമായി എനിക്കത്ര ഒത്തുപോകാനും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് താരതമ്യേന അപ്രധാനമായ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം ഗോവധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അംബേദ്കർ വ്യക്തിപരമായി കരുതിയിരുന്നത് നിർദ്ദേശക തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. അദ്ദേഹം മുമ്പോട്ട് വച്ച ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അദ്ദേഹം നിർദ്ദേശക തത്വങ്ങളെ കണ്ടത്. പല കാര്യങ്ങളും ഇപ്പോൾ സാർവത്രിക വിദ്യാഭ്യാസ അവകാശമായാലും സോഷ്യലിസം എന്ന വിഭവ വിതരണത്തിൻ്റെ തത്വമായാലും ഒക്കെ നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഭരണഘടനാ തത്വങ്ങളിലല്ല. ഇപ്പം ജനാധിപത്യത്തെക്കുറിച്ച് അംബേദ്കർ പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് മാത്രം ഒരു കാര്യമില്ല, സാമ്പത്തിക ജനാധിപത്യവും സാമൂഹിക ജനാധിപത്യവും പ്രധാനമാണ്. ഇതിൽ സാമൂഹിക ജനാധിപത്യം നമ്മുടെ ചർച്ചയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. സാമ്പത്തിക ജനാധിപത്യം ഏതാണ്ട് എല്ലാവരുടെ ഓർമ്മയൊന്നും പോയി. ഇപ്പോൾ സാമ്പത്തിക ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു കോമാളിയോ പഴഞ്ചനോ യാഥാസ്ഥിതികനോ ആകും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ ഒരു നിൽപ്പ്. വാസ്തവത്തിൽ സ്റ്റേറ്റ് സോഷ്യലിസത്തിൻ്റെ ആശയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന നിർദ്ദേശങ്ങൾ ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ അംബേദ്കർ ഉന്നയിച്ചിരുന്നു എന്ന് ഇന്നിപ്പോൾ ആരും ഓർക്കുന്നില്ല. വ്യവസായങ്ങളെ ദേശസാൽക്കരിക്കണമെന്ന്, കൃഷിഭൂമി തിരിച്ചു പിടിച്ച് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെച്ചിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇതൊരു ട്രയാഡാണ്, ഒരു തൃത്വമാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി, എക്കണോമിക് ഡെമോക്രസി, ഇത് മൂന്നും ചേർന്നാലല്ലാതെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ജനാധിപത്യത്തിന് അർത്ഥം ഉണ്ടാവില്ല. അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സമത്വം എന്ന ആശയത്തെ സ്വാതന്ത്ര്യം എന്ന ആശയത്തെ വളരെ കൂടുതൽ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ സമത്വം എന്ന ആശയത്തോട് വിദൂരമായ പരിചയം പോലും പാർലമെൻ്ററി ജനാധിപത്യം വച്ചു പുലർത്തിയില്ല. അംബേദ്കറുടെ നിരീക്ഷണമാണ്, വിദൂരമായ ഒരു പരിചയം പോലും പാർലമെൻ്ററി ജനാധിപത്യം സമത്വത്തോട് വച്ചു പുലർത്തിയില്ല. അതാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. അപ്പം അദ്ദേഹം പറയുന്നത് ചരിത്രാനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്.
ലോകത്ത് നിലവിൽ വന്ന പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനങ്ങൾ വിജയിക്കാതിരുന്നത് അത് സമത്വത്തെ നിയമവൽക്കരിക്കാതിരുന്നത് കൊണ്ടാണ്. ആ നിയമവൽക്കരണം ഇല്ലാതെ ഒരു കാരണവശാലും ജനാധിപത്യം അർത്ഥപൂർണ്ണമാവില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഒരു പേരും പ്രഹസനവുമായി, എ നെയിം ആൻഡ് എ ഫാൾസ്, വെറും ഒരു പേരും പ്രഹസനവുമായി ജനാധിപത്യം മാറിത്തീരും എന്ന് അംബേദ്കർ ഈ ഘട്ടത്തിൽ പാർലമെൻ്ററി ഡിബേറ്റുകളിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ഇത്തരം ആശയങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് അന്നത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒരു ഘടന വെച്ച് ഈ ആശയങ്ങൾ അംബേദ്കർ വേറെ നിർദ്ദേശിച്ചിരുന്നു കേട്ടോ. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസിനുള്ള പരിഹാരം അന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് പാർലമെൻറ്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ജാതി ഹിന്ദുക്കളുടെ എണ്ണം മുൻകൂറായി നിജപ്പെടുത്തണം. ഏതെങ്കിലും ഒരു സമുദായത്തിന്, മതവിഭാഗത്തിന് സമ്പൂർണ്ണ ആധിപത്യം വരുന്ന മട്ടിൽ പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം വരരുത് എന്ന നിർദ്ദേശം അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നു, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടു വരുമ്പോൾ അത് കേവലം മെജോറിറ്റേറിയനിസമായി കമ്മ്യൂണൽ കോർഡിനേഷനായിട്ട് മാറുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യമാണ്, ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു നയം മുമ്പോട്ട് വച്ച് അതിനെ മുൻനിർത്തി സമൂഹ പിന്തുണ നേടുന്ന പ്രക്രിയയാണ്. സാമുദായിക ഭൂരിപക്ഷം, വർഗീയ ഭൂരിപക്ഷം എന്ന് പറയുന്നതാകട്ടെ ജന്മനാ വരുന്നതാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി ഓപ്പണാണ്, കമ്മ്യൂണൽ മെജോറിറ്റി ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ജനാധിപത്യം തന്നെ അടച്ചു കളയുന്ന ഒന്നാണ് കമ്മ്യൂണൽ മെജോറിറ്റിയുടെ സാധ്യത. ഇന്ത്യയിൽ അതുണ്ട്. അത് തടയാനുള്ളൊരു വഴി കമ്മ്യൂണൽ മെജോറിറ്റി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകാത്ത മട്ടിൽ പാർലമെൻറ്റിനെ നിയമപരമായി, ഭരണഘടനാപരമായി തന്നെ ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടുന്ന ഒന്നാകാൻ അനുവദിക്കാതിരിക്കുക എന്നാണ്. അതും അക്കാലത്ത് അംഗീകരിക്കപ്പെട്ടില്ല. പിന്നെ ഇന്നത്തെ പോലൊരു ഭീതി അന്ന് ആർക്കും ഇല്ലല്ലോ. കാരണം 52-ലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന് 4 സീറ്റേ ഉള്ളൂ. ആ ജനസംഘത്തിൻ്റെ ഒരു രാഷ്ട്രീയ രൂപം പിന്നീട് വന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ 3-2 ഭൂരിപക്ഷം നേടും എന്ന് ആരും അന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഗാന്ധി വധം ഉണ്ടാക്കിയ വലിയ സ്വാധീനവുമൊക്കെ അക്കാലത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു ഫ്രിഞ്ച് എലമെൻ്റ്, ഒരു അരിക് സംഘം എന്നല്ലാതെ ഒരു മെയിൻ സ്ട്രീം ഫോഴ്സ് ആവുന്നൊന്നും ആരും കരുതുന്നില്ല. ആ മെയിൻ സ്ട്രീം ഫോഴ്സിനെ രൂപപ്പെടുത്തിയതിലെ ഞാൻ കാണുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അടിയന്തരാവസ്ഥയാണ്. കാരണം ഗാന്ധി വധത്തിന് ശേഷം 1/4 നൂറ്റാണ്ടെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി നിന്ന ഹിന്ദുത്വത്തിന് ആധികാരികതയും സ്വീകാര്യതയും പ്രവർത്തനപരമായ ഒരു ഇടവും നൽകുന്നത് അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയിൽ JPയുടെ മറവിലും ആ അടിയന്തരാവസ്ഥ വിരുദ്ധ മുന്നേറ്റത്തിൻ്റെ മറവിലും വളരെ ശക്തമായി ഉയർന്നു വരാൻ വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന് കഴിഞ്ഞു. ഇന്ന് ലോങ് ടൈമിൽ നോക്കുമ്പോൾ 1975 ജൂൺ 21 മുതൽ 77 മാർച്ച് 21 വരെയുള്ള ആ കാലത്തിലെ സ്വേച്ഛാധിപത്യ വാഴ്ച എന്നതിനേക്കാളൊക്കെ എത്രയോ മാരകമാണ് അടിയന്തരാവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ ഫലമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഹിന്ദുത്വത്തിൻ്റെ പുനരുജ്ജീവനത്തിന് അടിത്തറയൊരുക്കി കൊടുത്തു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെ, ഭരണഘടനയെ ആദർശാത്മകമായി പ്രതിഷ്ഠിക്കുക മാത്രമല്ല, അതിനുള്ളിലുള്ള ജനാധിപത്യത്തിൻ്റെ ചില വൈരുദ്ധ്യങ്ങളെ കണ്ടുകൊണ്ട് പശുവിനെ കേന്ദ്രീകരിക്കുന്ന ബ്രാഹ്മണ ദേശീയത ഒരു ഹിന്ദു ദേശീയതയായി പരിവർത്തനപ്പെട്ടതിൻ്റെ ചരിത്രം അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഈ പ്രശ്നത്തെ സ്പർശിക്കാതെ വാസ്തവത്തിൽ നമ്മുടെ സമകാല സ്ഥിതിയെ കാണാൻ പറ്റില്ല. ഇപ്പോൾ 1976 പശുവിനെക്കുറിച്ചും അത് ഉയർത്തുന്ന ചർച്ചകളുടെയും സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയിൽ ഗോൾവൾക്കർ പ്രധാന അംഗമാണ്. ഗോൾവാൾക്കർ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് അത് പരിശോധിക്കുന്നത്. അങ്ങനെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഹിന്ദുത്വം കടന്നു കയറുന്ന ഒരു സുപ്രധാന ഘടകമായിട്ടാണ് പശുവിനെ കേന്ദ്രീകരിക്കുന്ന ചർച്ചയെയും അത് ഭരണഘടനയുടെ ഞാനീ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളിൽ ഇടം പിടിച്ചതിനെയുമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ എത്രയെങ്കിലും പറയാവുന്നതാണ്. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ചരിത്രത്തെ വളരെ സൂക്ഷ്മമായി നോക്കുകയും അതിനെ പ്രത്യക്ഷ പ്രമാണങ്ങൾക്കപ്പുറത്ത്
അതിൻ്റെ പിന്നിലെ ഘടനാപരമെന്ന് വിളിക്കാവുന്ന കാര്യങ്ങളെ മുൻനിർത്തി ആലോചിക്കുകയും ചെയ്യുന്ന ഒരു വിഷയ സമീപനം സലിംകുമാറിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. പ്രത്യക്ഷ പ്രമാണവാദം എന്ന് പറയുന്ന ഒരു തരം പോസിറ്റിവിസ്റ്റ് എംപിരിസിസ്റ്റ് അപ്രോച്ചിന് പകരം വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സമീപനം, ഒന്നിൻ്റെ വേരുകളിലേക്ക് നോക്കുക. മാർക്സ് ഒരിക്കൽ പറയുന്നുണ്ട്, റാഡിക്കലായിരിക്കാനുള്ള വഴി വിഷയങ്ങളുടെ വസ്തുതകളുടെ വേരിലേക്ക് പോകലാണ്. അദ്ദേഹം അടുത്ത വരിയായി കൂട്ടിച്ചേർക്കുന്നത്, ഫോർ ദ മാൻ ദ റൂട്ട് ഈസ് മാൻ ഹിംസെൽഫ്. മനുഷ്യനെ സംബന്ധിച്ചൊരു പ്രയാസമുള്ളത് വേരും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യാവസ്ഥയുടെ ഒരു ഡയലറ്റിക്സിലേക്കുള്ള നല്ല ഒബ്സർവേഷനാണ്. എങ്കിലും ഈ വേരിലേക്ക് പോകുന്ന ഒരു നോട്ടം, അതായത് അപ്പപ്പോൾ താർക്കികമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ കക്ഷി ചേർന്ന് കറുപ്പും വെളുപ്പും പോലെ യാഥാർത്ഥ്യത്തെ വകതിരിച്ച് കാണുന്ന വളരെ ഉപരിപ്ലവമായ ഒരു താർക്കിക വിചിന്തനത്തിന് പകരം വിഷയങ്ങളെ ചരിത്രപരമായി നോക്കാനും ചരിത്രത്തിൻ്റെ ബലതന്ത്രങ്ങൾ എങ്ങനെയാണ് ഒരു ദീർഘകാല പ്രക്രിയയായിട്ട് നിലനിൽക്കുന്നതെന്നും ആ ദീർഘകാല പ്രക്രിയയുടെ ഒരു ഔട്ടർ മാനിഫെസ്റ്റേഷൻ, ഒരു ബാഹ്യാവിഷ്കാരം എന്ന നിലയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കുടുംബം പോലുള്ള സ്ഥാപനങ്ങൾ, ചില രാഷ്ട്രീയ പ്രയോഗങ്ങൾ, ഗോവധത്തിൻ്റെ പ്രശ്നം തുടങ്ങിയ ഉയർന്നു വരുന്നത് എങ്ങനെയെന്ന് കാണാനും, ഇങ്ങനെ ഒരു ഭാഗത്ത് പ്രത്യക്ഷ തലത്തിലുള്ള രാഷ്ട്രീയ സംഭവങ്ങളെയും മറുഭാഗത്ത് അതിൻ്റെ പിന്നിൽ അവയെ രൂപപ്പെടുത്തുന്ന വിപുലമായ ചരിത്ര സാമൂഹ്യ ബലങ്ങളെയും ചേർത്ത് വയ്ക്കുന്ന ഒരു പരിശോധനാ രീതി അദ്ദേഹത്തിൻ്റെ സലിംകുമാറിൻ്റെ ആലോചനകളിൽ ഉണ്ട്. ആ ആലോചനാ രീതി ഞാൻ വ്യക്തിപരമായി കരുതുന്നത് അദ്ദേഹം തുടക്കകാലം മുതൽ പരിശീലിച്ച ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൻ്റെ വൈരുദ്ധ്യാത്മക വിചിന്തനത്തിൻ്റെ ബലത്തിൽ നിന്നുണ്ടായതാണ്. പലപ്പോഴും നമ്മുടെ ഇത്തരം ചർച്ചകളിൽ തെളിഞ്ഞു കാണാവുന്ന ഒരു തരം യുക്തിവാദപരമായ താർക്കികത സലിംകുമാറിൽ അധികമില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യുക്തിവാദപരമായ താർക്കികതയുടെ ഒരു പ്രശ്നം കറുപ്പും വെളുപ്പായിട്ട് ലോകയാഥാർത്ഥ്യങ്ങളെ നിർത്തിയിട്ട് ഒന്നുകിൽ ഇപ്പുറം അല്ലെങ്കിൽ അപ്പുറം എന്നുള്ള ഒരു യുക്തിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും അതിൻ്റെ ചരിത്രപരമായ ആഴത്തിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുക എന്നത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിജ്ഞാന വിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാധീനതയായിട്ടും എനിക്കതിനെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു തരം ഉപരിപ്ലവമായ താർക്കിക ബുദ്ധി, അതിനെ ബുദ്ധി എന്നാണോ വിളിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഇനി അങ്ങനെ വിളിക്കാമെങ്കിൽ താർക്കിക ബുദ്ധി. അതിന് പകരം ചരിത്രപരമായ ഒരു വിചിന്തന ശേഷി, അതിൽ വൈരുദ്ധ്യങ്ങളെ കാണാനും വിവിധ ഘടകങ്ങൾ ചേർന്ന ഒരു പ്രതിഭാസം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പരിശോധിക്കാനും ഒരു പ്രതിഭാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘടകങ്ങളെ അഴിച്ചെടുത്ത് അതിലേതേത് ഘടകങ്ങളാണ് ഓരോ ഘട്ടത്തിലും മേൽക്കൈ നേടിയത് എന്ന് പരിശോധിക്കാനും അതിലെങ്ങനെ മാറ്റം വന്നു എന്ന് നോക്കാനും, അതായത് ഒരു പ്രക്രിയാപരമായിട്ടും ചലനാത്മകമായിട്ടും സാമൂഹിക യാഥാർത്ഥ്യത്തെ പരിശോധിക്കുന്ന ഒരു വിശകലന രീതി സലിംകുമാറിൻ്റെ ആലോചനകളിൽ വളരെ പ്രധാനമായിരുന്നു. ഈ വിശകലന രീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തോടും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനങ്ങളെ സംബന്ധിച്ച് ചിലതിനോട് യോജിക്കാനും ചിലതിനോട് വിയോജിപ്പും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അതെല്ലാം നിലനിൽക്കെ തന്നെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ജനാധിപത്യവൽക്കരണത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലനായിരുന്ന, അതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു വലിയ മനുഷ്യനെയാണ് KM സലിംകുമാർ എന്ന വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു അവസാനത്തെ 10-20 വർഷക്കാലം എനിക്കടുത്ത് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭേദങ്ങൾക്കൊക്കെ അപ്പുറം വിപുലമായ ഒരു സാഹോദര്യ ഭാവനയുടെ തലം അദ്ദേഹം മുമ്പോട്ട് വച്ചിരുന്നു. ആ സാഹോദര്യ ഭാവനയുടെ തലം നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്ത് ആ തലം വളരെ ദുർബലമായി വരികയും എത്ര ചെറിയ വിഭാഗമാണെങ്കിലും തങ്ങളാണ് ശരിയുടെ അവസാനത്തെ വക്താക്കളെന്ന് കരുതാൻ യാതൊരു മടിയുമില്ലാത്ത വിഭാഗീയതയുടെ പരമാചാര്യന്മാർ നാടെമ്പാടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ സാഹോദര്യ ഭാവന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അംബേദ്കർ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സ്വന്തം നിലയ്ക്ക് ഉൾപ്പെടുത്തിയ ഒരു വാക്യമേ ഉള്ളൂ. ബാക്കിയൊക്കെ നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസിലൊക്കെ ഉള്ളതാണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്, ലക്ഷ്യപ്രമേയം. ആ ലക്ഷ്യപ്രമേയം മിനിമം ഭേദഗതികളോടെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളായിട്ട് മാറിയത്. പക്ഷേ ലക്ഷ്യപ്രമേയത്തിൽ ഇല്ലാത്തതും ഇന്ന് പാസ്സായി ഇന്നത്തെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുള്ളതുമായ ഒരു വാക്യം അത് അംബേദ്കറായിട്ട് കൂട്ടിച്ചേർത്തതാണ്. അത് ഫ്രാറ്റേണിറ്റിയെക്കുറിച്ചുള്ള ആശയമാണ്. ഫ്രാറ്റേണിറ്റി
എന്നത് അദ്ദേഹം വിശദീകരിച്ചത് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന നിലയിലാണ്. അദ്ദേഹം അതിനെ ഒരു റട്ടറിക്കായിട്ടല്ല, കേവലമായ ഒരു വ്യക്തിയുടെ ഒരു മൂല്യം എന്ന നിലയിലല്ല, വളരെ ആഴമുള്ളൊരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി ഫ്രറ്റേണിറ്റിയെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിലേക്ക് കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ അംബേദ്കറാണ്. കാരണം സാഹോദര്യം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ സമത്വത്തിൻ്റെ ആധാര തത്വമാണ്. അദ്ദേഹം അത് ജനാധിപത്യപരവുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജനാധിപത്യം 3 തത്വങ്ങളാണ്, ഒരു ട്രയാഡാണ്: ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ലിബർട്ടി ഇല്ലാത്ത ഇക്വാലിറ്റിയോ, ഇക്വാലിറ്റി ഇല്ലാത്ത ലിബർട്ടിയോ കൊണ്ട് കാര്യമില്ല. അത് അംബേദ്കർ പറയുന്നുണ്ട്. ഇപ്പോൾ ആരും ഓർക്കാറില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട്, ഇക്വാലിറ്റി ഇല്ലാത്ത ലിബർട്ടി എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തിൽ കവിഞ്ഞൊന്നുമല്ല. തിരിച്ച് ഇക്വാലിറ്റി ഇല്ലാത്ത ലിബർട്ടി ഇല്ലാത്ത ഇക്വാലിറ്റി ആകട്ടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്തതായിരിക്കും. അതുകൊണ്ട് ലിബർട്ടി ഇക്വാലിറ്റിയെയും ഇക്വാലിറ്റി ലിബർട്ടിയെയും പൂരിപ്പിക്കുന്ന ഘടകങ്ങളാണ്, ഒന്നു മാത്രമായിട്ട് നിലനിൽക്കില്ല. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പക്ഷേ ലിബർട്ടിയും ഇക്വാലിറ്റിയും കോംപ്ലിമെൻ്ററി ആണ് എന്ന് പറഞ്ഞാലും വ്യക്തിഗതമായ അനുഭവ തലത്തിൽ ഇതിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം എൻ്റെ സ്വാതന്ത്ര്യബോധം അപരിമിതമാകുമ്പോൾ സമൂഹത്തിൻ്റെ സമത്വഭാവനയ്ക്കെതിരാവും, സമൂഹത്തിൻ്റെ സമത്വഭാവന ശക്തമാകുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യബോധത്തെ അത് ഹനിക്കും. ഇതിനെങ്ങനെ മറികടക്കാം? ഇതിനെ മറികടക്കുന്നതിനുള്ള ആധാരമായിട്ടാണ് അദ്ദേഹം ഫ്രറ്റേണിറ്റി എന്ന ആശയത്തെ വെച്ചത്. സാഹോദര്യമാണ് ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും ആഴത്തിൽ വേരുപിടിപ്പിക്കുന്നത്. അംബേദ്കർ ഉപയോഗിക്കുന്ന സർക്കാസ്റ്റിക്കായ ഒരു പ്രയോഗം, അതിൻ്റെ അഭാവത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സംരക്ഷിക്കാനായിട്ടൊരു പോലീസ് കോൺസ്റ്റബിളിനെ ഏർപ്പെടുത്തേണ്ടി വരും എന്നാണ്. സമൂഹത്തിൽ ഇത് നിൽക്കണമെങ്കിൽ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് വേരുപിടിക്കണം. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന സങ്കല്പത്തിൻ്റെ കേന്ദ്രം തന്നെ ഇവിടെയാണ്. സമൂഹത്തിൽ ഇത് വേരുപിടിക്കണം, ഫ്രറ്റേണൽ വാല്യൂസ് വേരുപിടിക്കണം. ആ ഫ്രറ്റേണിറ്റിയിൽ മാത്രം. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കാതലെന്തെന്നുള്ള ചോദ്യത്തിന് ലിബർട്ടി, ഇക്വാലിറ്റി എന്നല്ല അദ്ദേഹം പറയുന്നത്, ഫ്രറ്റേണിറ്റി എന്നാണ്. ഞാൻ പറയുന്നത് അംബേദ്കറുടെ ചിന്തയിൽ സാഹോദര്യം എന്നത് ഉപരിതല സ്പർശിയായ ഒരു അലങ്കാരവാക്യമൊന്നുമല്ല. അത് വളരെ ആഴമുള്ള, പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് ജാതി കൊണ്ട് തട്ടുതിരിക്കപ്പെട്ട ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ ജീവിതമുള്ളൊരു സമൂഹം എന്ന നിലയ്ക്ക് അതിനെ ഭേദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മൂല്യമായിട്ടാണ് സാഹോദര്യം എന്ന ആശയത്തെ അദ്ദേഹം ഉയർത്തിയത്. ഈ സാഹോദര്യ ഭാവന സംവാദാത്മകമായും രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ തലത്തിലും ഉയർന്നു വരണമെന്നും എക്സ്ക്ലൂഷന് പകരം ഇൻക്ലൂസീവായിട്ടുള്ള ഉൾക്കൊള്ളലിൻ്റെതായ ഒരു സംവാദ പരിസരം സൃഷ്ടിക്കണമെന്നും വളരെ ബോധപൂർവം തന്നെ വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു ജൈവ ബുദ്ധിജീവി എന്ന നിലയിലാണ് സലിംകുമാറിൻ്റെ പ്രാധാന്യത്തെ ഞാൻ തിരിച്ചറിയുന്നത്. അദ്ദേഹവുമായൊരു സൗഹൃദം 2 പതിറ്റാണ്ട് കാലം വച്ച് പുലർത്താൻ കഴിഞ്ഞതിലും അദ്ദേഹത്തെ ഇങ്ങനെ അനുസ്മരിക്കാൻ കഴിഞ്ഞതിലുമൊക്കെയുള്ള എൻ്റെ വലിയ അഭിമാനവും ആദരവും ഒക്കെ ഞാൻ പ്രകടിപ്പിക്കാൻ കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച മുരളിയെയും ഇതിൻ്റെ സംഘാടകരെയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം.